പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് അലിയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ബിരിയാണി ചെപ്പെല്ലാം കൂടി കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും പരിപാടി നടത്തി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെന്തെങ്കിലും പരിപാടി നിങ്ങളെ അറിയിക്കാതെ നിങ്ങളോട് പറയാതെ നടത്തിയെന്ന് വിചാരിക്കേണ്ട. ഒന്നും അങ്ങനെ തെറ്റിദ്ധരിക്കല്ല കേട്ടോ. അതല്ല. അതിന് മുമ്പേ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബിരിയാണിയൊക്കെ ഒരുക്കി തന്നത് യാസർ പാമങ്ങാടനും ടീമുമാണ് കേട്ടോ. അവർക്ക് ഒരു ബിഗ് ഹായ്, ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്. ഇതെന്താണെന്നല്ല, ഇതൊരു ബിരിയാണി ചാലഞ്ചാട്ടോ. കണ്ടില്ലേ, ഒരുമ അയൽപക്ക കൂട്ടായ്മ തോട്ടശ്ശേരിയറ അവരൊക്കെ വളണ്ടിയർമാരൊക്കെ യൂണിഫോം ഇട്ട് തന്നെ സജീവമായിട്ട് പാക്കിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുന്നമ്പുറത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ്, നമ്മൾ റഷ്യൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ബിരിയാണി ചലഞ്ചിൻ്റെ ഒന്നാം ഘട്ടമാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് നടന്നത്. അതായത് ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇങ്ങനത്തെ ഇതൊക്കെ കേന്ദ്രീകരിച്ച് കണ്ടില്ലേ, നസീറ ടെക്സ് മുജി, അതുപോലെ തന്നെ SK ഇലക്ട്രിക്കൽസ് മുജിയൊക്കെ സജീവമായിട്ടുണ്ട് കേട്ടോ. അവൻ്റെ നേതൃത്വത്തിൽ വ്യാപാരിക യൂത്ത് വിങ്ങിൻ്റെ ഒക്കെ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഓഫീസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ KSCB ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇവരാണ് കേട്ടോ. മിതുണ്ടിക്കും പിന്നെ ഷമീമൊക്കെയാണ് ചെയർമാനും കൺവീനറും. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഒന്നാം ഘട്ട ബിരിയാണി ചാലഞ്ചാണ്. അപ്പോൾ 8000 പൊതിക്ക് മുകളിൽ നിന്ന് ബിരിയാണി പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 സെഷനിലായിട്ട് പാക്കിങ് ഇതൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇതാ റഷി ഇവിടെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ അട്ടിയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, എത്രണ്ണായി എന്തായി എന്നുള്ളതൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇത് രാവിലെ അവിടെ പോയപ്പോൾ തന്നെ നല്ല മനസ്സിന് നല്ലൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി, ഭയങ്കര ത്രില്ലായിട്ടുള്ളൊരു കാര്യം. രാവിലെ ഒരു 5-6 മണിയായപ്പോൾ ഞാൻ പോയി. ഇത് കണ്ടില്ലേ, വജ്രം ഇക്കോ, അതുപോലെ തന്നെ പിന്നെ വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡൻറ്റ് ബാവാക്ക, KC അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ന് കൊടുക്കാനുള്ള ലിസ്റ്റ് അവസാന ചെക്കപ്പിലാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് സകലം ഷെബിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വാളണ്ടിയർമാർക്കും ഇവർക്കൊക്കെ പിന്നെ മൈദിവണ്ടിക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നസീറ ടെക്സും മുജിക്കും SK ഇലക്ട്രിക്കൽസും മുജിക്കൊക്കെ പോകാനുള്ള സമയം, അവർക്ക് കട തുറക്കാണ്ട്. ഇതാ SK ഇലക്ട്രിക്കൽസിൻ്റെ ഓണർ സെയിൽബിയാജി വാക്ക, എല്ലാവരും കുന്നമ്പുറത്തെ ഒട്ടുമിക്ക ആളുകളും വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിനിടയിൽ വന്നിട്ട് സകലകലാവല്ലഭനെ മറിഞ്ഞിരുന്ന് വീഡിയോ എടുക്കുക ആരും ഇല്ലാത്ത നേരം നോക്കി. ഞാനത് കണ്ടെത്തി, ഞാനതും പിടിച്ച്. കണ്ടില്ല, റഷ്യക്ക് അവസാനം ഇതിൽ കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നിങ്ങൾക്ക് ഇതിൽ ഭാഗമാക്കാൻ പറ്റില്ല, ഇനി എങ്ങനെയാണ് ചെയ്യുക. എന്നാൽ രണ്ടാം ഘട്ടം വലിയ ഇതിൽ പിന്നെ 14-ാം തീയതി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാക്കാം. കുന്നമ്പുറത്ത് നസീറ ടെക്സ്റ്റൈൽസ്, ടോപ്പ് സ്റ്റൈല്, വജ്രം ജ്വല്ലറി, SK ഇലക്ട്രിക്കൽസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ, പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ നേരിട്ടും വിളിച്ചിട്ടും നിങ്ങൾക്ക് ഭാഗമാക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് പാക്കിങ് തകൃതിയിലാട്ടോ. ഒരുപാട് കൂട്ടം, നന്മ, ഒരുമ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കൂട്ടങ്ങൾ ഇത് കണ്ടില്ലേ, പാക്ക് ചെയ്തത് ബോക്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വണ്ടിയിലേക്ക് കയറ്റി ഇനി അത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ വോളണ്ടിയർമാർ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും